അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് ശ്വേത മേനോൻ ഇന്നലെ 4 മണിക്ക് ഔദ്യോഗികമായി സംഘടന അത് പ്രഖ്യാപിക്കുന്നു. വലിയ പിന്തുണ അതിനുശേഷം ഈ നിമിഷം വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ നിന്നാകട്ടെ സാഹിത്യ മേഖലയിൽ നിന്ന് ശ്വേതയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. ഒരു വലിയ ഉത്തരവാദിത്തമായി തോന്നുന്നുണ്ടോ? അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്. ബോധമുണ്ട്, ബോധത്തോടെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ വന്നപ്പോ ഇറ്റ്സ് എ ബിഗർ അങ്ങനെ. പക്ഷേ ഐ എം വെരി ഹാപ്പി. ആദ്യമായിട്ട് എല്ലാവരോടും, നമ്മുടെ മലയാളി പ്രേക്ഷകർക്കും, നമ്മുടെ മീഡിയ, നമ്മുടെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഇത്രയും വലിയൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയതിന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ, ഇറ്റ്സ് നോട്ട് എ വെരി പബ്ലിക് ഫാമിലി അല്ല. പക്ഷെ അതിൽ നടക്കുന്ന ഒരു എലക്ഷൻ ഇത്രയും വലിയൊരു, അതായത് മലയാളി പ്രേക്ഷകർ അത് ഏറ്റെടുത്ത് നല്ല സപ്പോർട്ട് എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമയം തരിക, എല്ലാം മെല്ലെ ആയിട്ട് ഞാൻ ശരിയാക്കും. എങ്ങനെയാണ് ആ ഒരു പുതിയ മുഖം അമ്മയ്ക്ക് നൽകാൻ ശ്വേതയുടെ മനസ്സിലുള്ള ചിന്തകൾ? എൻ്റെ പേഴ്സണലായ വിഷൻ അല്ലല്ലോ അമ്മ, ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഇതാണ്. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അതെൻ്റെ പേഴ്സണലായ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഒരു ബൈലോ പ്രകാരം നമ്മളിരുന്ന് ഈസിയിൽ സംസാരിച്ച്, ഈസി ജനറൽ ബോഡിയിലാണ് സംസാരിക്കുക. ജനറൽ ബോഡിയാണ്. മനസ്സിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഒരു കൂട്ടായ്മേൻ്റെ ഒരു ഇതാണ്. ഒരു പ്രതീക്ഷ നൽകുന്നത്, നടി ആക്രമിക്കപ്പെട്ട സംഭവം വരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. സംഘടനയ്ക്കകത്ത് നിന്ന് ആ സമയത്തൊന്നും കേൾക്കാത്ത ചില വാക്കുകൾ ഇന്നലെ ശ്വേതയിൽ നിന്ന് കേട്ടു. പിണങ്ങിപ്പോയ, പുറത്തുപോയ സഹപ്രവർത്തകരെ തിരിച്ച് ഞാൻ കൊണ്ടുവരും, ഞാൻ സംസാരിക്കാം എന്നൊരു വാക്ക്. അത് ഈ വർഷക്കാലം അത്രയും സംഘടനയിൽ നിന്ന് കേൾക്കാത്ത വാക്ക്. സത്യം അങ്ങനെയൊന്നും അല്ല. എല്ലാവരും മനസ്സിൽ തന്നെയാണ്. മെമ്പേഴ്സിനോട് സത്യം ചോദിച്ചാൽ എല്ലാവരും മനസ്സിൽ അവർ തിരിച്ചു വരണം. അവരെന്തിനാണ് അവിടെ പോയത്, എന്തിനാണ് ഇങ്ങനെ പിണങ്ങിപ്പോയത്? നമ്മളല്ലേ കുടുംബത്തിൽ പിണക്കെല്ലാം നടക്കൂല. എന്തിനാ പോയതെന്നുള്ള എല്ലാവർക്കും ഒരു ചോദ്യം ചിഹ്നമുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണലായത് അവരെല്ലാവരും തിരിച്ചു വരണം. ഒരു ടേബിളിൽ ഇരുന്ന് നമുക്ക് ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യം ചിലപ്പോൾ പരിഗണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. 10 മീറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ 100 മീറ്റിംഗ് ഉണ്ടാവും. പക്ഷെ പേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകളുടെ ഇടയിലാണ് ഏറ്റവും ജാസ്തി ഉള്ളത്. അപ്പോൾ അതേ സമയത്ത് ഇല്ലാത്തതുണ്ട്. സോ ഐ ഹോപ്പ് ആൻഡ് വിഷ് എൻ്റെ പേഴ്സണൽ ഒരു വിഷൻ നമ്മളുടെ എക്സിക്യൂട്ടീവും നമ്മുടെ ജനറൽ ബോഡിയും കേട്ട് അത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് ശ്വേതയുടെ ഭാഗത്തു നിന്ന് അതിനൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവും പ്രസിഡന്റ് എന്ന രീതിയിൽ? ഓഫ് കോഴ്സ്, വൈ നോട്ട്. ഞാൻ പറയട്ടെ, ഇന്നലെ നമ്മൾ കണ്ടുമുട്ടിയ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന ഒരേ ഒരു ഇതുള്ളൂ, ഒരേ സ്വരമാണ് എല്ലാവർക്കും. ബിക്കോസ് എല്ലാവർക്കും ഒരേ വിഷനാണ്, അമ്മ എങ്ങനെ നമുക്ക് നന്നാക്കാം എന്നുള്ള മാത്രമേ ഒരു വിഷൻ ഉള്ളൂ. യെസ്. അന്ന് നമ്മൾ പിണങ്ങിപ്പോ എന്ന വാക്ക് പോലും അതിൽ പ്രയോഗിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊരു നിലപാട് മുന്നോട്ട് വെച്ചതാണ്. അത് സഹപ്രവർത്തകയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ആരോപണ വിധേയൻ സംഘടനയിൽ തുടർന്ന ആ സമയത്ത്. അപ്പോ ശ്വേത എങ്ങനെയാണ്? ശ്വേത പ്രത്യേകിച്ച് ആരോപണ വിധേയർ മത്സരിക്കേണ്ടെന്ന നിലപാടെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലേ? ഒബ്വിയസ്ലി ആരോപണ വിധേയർ ആൾക്കാർ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ പറയുന്നത് എല്ലാം ബൈലോ ആവരുത്. കുറച്ച് നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവണം. നമുക്കൊരു ഒരു വ്യക്തിത്വം ഉണ്ടാവണം. അപ്പോൾ അവരെല്ലാവരും ഇപ്പം ഞാൻ പറയില്ല, സിദ്ദിഖ മൂപ്പർക്ക് കേസ് വന്നപ്പോഴേ മൂപ്പർ മാറി നിന്നു. ഇനി കേസ് പ്രൂവ് ആവട്ടെ, അത് കഴിഞ്ഞാൽ വരാം. ഇടവേല ബാബു ചേട്ടൻ, പിന്നെ അങ്ങനെ ഇപ്പോൾ ബാബുരാജ് ചേട്ടൻ ഇപ്പോഴാണ്. ആ ബാബുരാജ് ചേട്ടൻ സമയത്ത് റിസൈൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊന്ന് കുറച്ച് വലിഞ്ഞത്. അത്രേ ഉള്ളൂ. അത് പക്ഷെ അതുകൊണ്ട് അവർ മോശമായ ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ അമ്മ അവർക്ക് വേണ്ടി അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അവരിപ്പോഴും അമ്മ മെമ്പേഴ്സാണേ. അപ്പോൾ അവർ ഇന്നലെ വന്ന് എല്ലാവരും വോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ നടി സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട കേസാണെങ്കിൽ ദിലീപ് ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ അതിജീവിത അവിടെ ഒരു വ്യക്തിമാണ്. അപ്പോൾ എന്തിനാണ് അവർ ഇപ്പോഴും പുറത്ത് നിൽക്കേണ്ടി വരുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ, പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ശ്വേത അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഉൾപ്പെടെ നമ്മൾ ഈ സബ്ജക്റ്റിന് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണ്ട പ്ലീസ്. ഞാൻ പറഞ്ഞത് ഇതെൻ്റെ പേഴ്സണലാണ്. എന്നെ സംബന്ധിച്ച് അവളെൻ്റെ കലീഗാണ്, അവളെൻ്റെ ഫ്രണ്ടാണ്. നമ്മളെല്ലാവരും കലീഗ്സാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും
അതൊരു കാര്യം നടന്ന കാര്യമാണ്. നമ്മളിപ്പോൾ 2025 നിൽക്കുമ്പോൾ നമുക്ക് എന്ത് നന്നായി ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഏത് പ്രശ്നമാണെങ്കിലും എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നിങ്ങൾ എല്ലാവരും ഒരേ പോയിന്റിലാണ് സ്റ്റക്ക് ആവുന്നത്. അത് പ്ലീസ് ഡോണ്ട് പുട്ട് അത്ര പ്രഷർ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആസ് എ ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിത്വമായ ഒരു ഇതാണ്, നിലപാടാണ്. കൈനീട്ടം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഏറ്റവും വലിയ ഒരു ടെൻഷനാണ് നമുക്ക്. ബിക്കോസ് നമുക്ക് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കി കൈനീട്ടം അത് പ്രതീക്ഷിച്ച ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ അവിടെ മെഡിക്കൽ, അവിടെ ഇൻഷുറൻസ്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ. നമ്മളിപ്പോൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഇത് ഓരോരോ ആൾക്കാരും വരുന്ന ആൾക്കാർ എത്ര സോൾവ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ലക്ഷ്യം അമ്മയാണ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ശ്വേതയ്ക്ക് കയ്യടി കിട്ടുന്നത് തന്നെ നേരത്തെ സംഘടന പലതവണ വിമർശിക്കപ്പെടുന്നത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് സംഘടന വിമർശിക്കപ്പെട്ടത്. അവിടെ ഒരു വനിതാ മുഖം വരുന്നു, അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് ശ്വേത പറയുന്നു. ആ വാക്കുകൾക്കൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടി എടുത്തു ചോദിക്കുകയാണ്, അതിജീവിത തിരികെ സംഘടനയിലേക്ക് വരാൻ പ്രസിഡന്റ് എന്ന രീതിയിൽ എക്സലന്റ്, ഷീസ് മോസ്റ്റ് വെൽക്കം. നമ്മൾ പറയില്ലേ, അവർ നമ്മളുടെ ഭാഗമായിരുന്നു, അവർ റിസൈൻ ചെയ്ത് പോയതാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഇഫ് ദേ ഓൾ കം ബാക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലി ആയിട്ട് അവരോട് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ അവർ നമ്മുടെ കലീഗ്സ് ആണ്. നമ്മൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സിനിമ ചെയ്താൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇത് ഇമ്മീഡിയറ്റ് അജണ്ടയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് അജണ്ടയിലുള്ളത് നമ്മുടെ കൈനീട്ടും നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ, കുറേ ആൾക്കാർ അതിന് വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗർ തിങ്. അതാണ് നമ്മൾ ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് അമ്മേനെ അത് ചെയ്യരുത്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു 506 ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയിലേക്ക് പുറത്തു പോയവർ കൂടി വരാം. മോസ്റ്റ് വെൽക്കം. നേരിട്ട് വിളിക്കുമോ? വൈ നോട്ട്? എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അമ്മ മെമ്പേഴ്സ് ഇവരാരും വിളിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല? അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അങ്ങനെ പറയരുത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും തിരികെ വരണം എന്നുള്ള അഭിപ്രായമുള്ളത് എല്ലാവരും. പക്ഷെ അതിൻ്റെതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. യുനോ, അത് നമ്മൾ ഇപ്പം നിങ്ങൾ റിസൈൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ജോബ് കിട്ടുമോ തിരിച്ച്? അതിൻ്റെതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? എല്ലാം ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല ഇത്. അത് അങ്ങനെ ഒരു നിലപാട് ശ്വേത പറയുമ്പോൾ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനൊരു പിന്തുണ നൽകും എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് ആ നിലപാട്? കാരണം ഇതുവരെ ഒഫീഷ്യൽ മീറ്റിംഗും ചെയ്തിട്ടില്ല. പാവം, അവരെന്തിനാണ് ഇതിൽ വലിച്ചിടുന്നത്? എങ്ങനെയാണ് സംഘടന അതിനെ? എല്ലാവർക്കും വിഷൻ അമ്മ വിഷൻ ആണ്. നമ്മുടെ അമ്മയാണ് നമ്മുടെ വിഷൻ, വേറെ ഒന്നുമല്ല. സോ അവരൊന്നും ഇതൊന്നും അറിയണമില്ല. ഞാനിത് പറയുന്നത് എൻ്റെ പേഴ്സണലായ നിലപാടാണ്. ഓക്കെ, എക്സിക്യൂട്ടീവ് എന്തായാലും ഏത് കാര്യമാണെങ്കിലും, പ്രസിഡന്റ് എന്ന നിലയിലാണെങ്കിലും എക്സിക്യൂട്ടീവ് എന്ന നിലയിലാണെങ്കിലും നമ്മൾ ഒരു കൂട്ടി കഴിച്ചിട്ട് അത് സംസാരിച്ച് അത് ഡിസ്കസ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് അത് ജനറൽ ബോഡിയിൽ നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ജനറൽ ബോഡി പാസ് ചെയ്താൽ മാത്രമേ എന്ത് കാര്യം നടക്കുള്ളൂ. ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതും വലിയ വിവാദമായതും മെമ്മറി കാർഡ് വിഷയമാണ്. ഇപ്പൊ പുതിയ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ പോലും ഉഷ ഹസീന ഔദ്യോഗികമായി അങ്ങനെ ഒരു പരാതി സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഉഷ തന്നെ സംസാരിച്ചതാണ്, മെയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. പുതിയ കമ്മിറ്റിയുടെ മുമ്പിൽ വരാനിരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പ്രത്യേകിച്ച് വനിതകൾ പറഞ്ഞ പ്രശ്നങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കഷൻ നടക്കും. അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അത് തന്നെയാണ്. അജണ്ട ഈസ് ടു സോൾവ് ഓൾ പ്രോബ്ലംസ്. അത്രയേ ഉള്ളൂ. ആ വിഷയം ശ്വേതയുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണോ, അതെയോ ഇപ്പോൾ വന്നപ്പോഴാണ് ആ വിഷയം അറിഞ്ഞത്? മീഡിയ വഴിയാണ് അറിയുന്നത്. എന്നെ ഇന്ന് വരെ ഈ കാര്യത്തിന് ആരും എന്നെ പറഞ്ഞിട്ടുമില്ല. മീഡിയ വഴിയാണ് അറിയുന്നത്. പിന്നെ ഇത്രയും വർഷം ആരും പറയാത്തൊരു കാര്യം സഡൻലി 2025 വന്നപ്പോൾ ഉള്ള ഒരു ഷോക്ക് ഉണ്ട്. യെസ്. പക്ഷെ അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ട് എങ്കിൽ അത് കൃത്യമായി തന്നെ ഗൗരവത്തോടെ പരിഗണിക്കും അല്ലേ? അത് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അത് എന്താ ചെയ്യേണ്ടത്, അതിൽ അതിൻ്റെതായ ആ ഡിസ്കഷൻ, അത് എൻ്റെ പേഴ്സണലായ ഒരു വിഷൻ അല്ല. അമ്മ എങ്ങനെയാണ് ശ്വേതയ്ക്ക് വ്യക്തിപരമായി പലരും മത്സര രംഗത്തുണ്ടായിരുന്നാണ്, അതിൽ നിന്ന് പല ആളുകൾ വിജയിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ശ്വേതയുടെ ഒരു പ്രതീക്ഷ? ഐ എം വെരി ഹാപ്പി. നമ്മൾ ഇന്നലെ ഒരു അൺഒഫീഷ്യൽ മീറ്റിംഗ് ചെയ്തപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ നടന്നു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഒഫീഷ്യൽ മീറ്റിംഗിലാണ് അറിയുക എന്താണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ശ്വേത ഒരു കാര്യമുള്ളത്, ശ്വേതയുടെ കേസാണ്. ശ്വേതയ്ക്കെതിരെ ഒരു കേസ് പെട്ടെന്ന് വരുന്നു. അതിന് ശ്വേത എങ്ങനെയാണ്
കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നിയമപരമായി നീങ്ങുകയാണ്. പ്രത്യേകിച്ച് വിചിത്രമായ ഒരു തരത്തിൽ വന്നൊരു കേസാണ്, അതും തെരഞ്ഞെടുപ്പുമായി വേൾഡിൽ ഇങ്ങനത്തെ ഒരു കേസ് ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷെ ഇത് ഞാൻ അമ്മേൻ്റെ മുകളിലിടില്ല. ഇത് എൻ്റെ പേഴ്സണലായ കേസ് തന്നെയാണ്. ഇത് ഞാൻ എന്തായാലും ശക്തമായിട്ട് ഞാനിതിന് ചാലഞ്ച് ചെയ്യും. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കേസ് വന്നത്? അതിന് പിന്നിൽ ആരെങ്കിലും, പല അംഗങ്ങളും പറഞ്ഞിരിക്കുന്നത് അതൊരു പക്ഷേ പല താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ കരുതുന്നുണ്ടോ? ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കോടതിയിലാണ് ആ കേസ്, അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് വരട്ടെ. അതോടൊപ്പം തന്നെ മറ്റു പല ആളുകളും ഈ സംഘടനയ്ക്ക് മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ DGPക്ക് മുമ്പിലൊക്കെ പരാതി കൊടുത്തൊരു സാഹചര്യമുണ്ടായി. അതൊക്കെ സംഘടനയ്ക്കകത്ത് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. DGP വരെ പോയില്ലേ, അപ്പോൾ അത് അകത്ത് പരിഗണിക്കാൻ പറ്റുമെന്ന് ഇങ്ങനൊരു കാർഡ് ഉണ്ടെങ്കിൽ അത് ആഭ്യന്തര പരിഹാര കമ്മിറ്റിയൊക്കെ സംഘടനയ്ക്കകത്തുണ്ടല്ലോ, അത് അവിടെ പരിഹരിക്കാൻ നമ്മളൊന്നും ഇത് ചെയ്തില്ല. സബ് കമ്മിറ്റി ഒന്നും രൂപീകരിച്ചിട്ടില്ലല്ലോ. ഇനി രൂപീകരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പ്ലീസ്, ഇത് എൻ്റെ പേഴ്സണലായ ഒരു ഓർഗനൈസേഷൻ അല്ല. ഇപ്പോൾ നേരത്തെ തന്നെ ശ്വേത മത്സരിക്കുമ്പോഴും സാന്ദ്ര മത്സരിക്കുമ്പോഴൊക്കെ WCC വലിയ അവരതിനെ സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മത്സര വിജയം വന്നതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്നത് വ്യക്തികൾ എന്നതിനപ്പുറം സിസ്റ്റം മാറുക എന്നതാണ് പ്രധാനമെന്നാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഇവിടെ നിന്ന് രാജിവെച്ച് പോയപ്പോഴും അവർ ആവർത്തിച്ചത് ആ നിലപാടാണ്. സഹപ്രവർത്തകർക്ക് ഞങ്ങൾ പിന്തുണ നൽകുന്നു, സ്ത്രീകൾക്ക് നീതി വേണം എന്നുള്ളതാണ്. ശ്വേതയ്ക്ക് എന്താണ് തോന്നുന്നത്? ഈ പുതിയ കമ്മിറ്റി അതൊരു ചരിത്രമാണ്. വനിത പ്രസിഡന്റ് ആവുകയാണ്. 4 പേർ കീ പോസ്റ്റുകളിൽ വനിതകൾ വരുന്നു. ഒരു സിസ്റ്റം മാറ്റം അമ്മയിൽ സാധ്യമാകുമോ? സിസ്റ്റം മാറ്റം എന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാവ് ടു ഗ്രോ ഇൻ ലൈഫ്, സിസ്റ്റം മാറ്റണം. ഫൈൻ ട്യൂണിങ് എപ്പോഴും നടക്കണം. അപ്പോൾ ബൈലോയിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം എന്നാണ് ഞാൻ എൻ്റെ പേഴ്സണലായ വ്യൂ. പക്ഷെ അത് അഗെയിൻ ഇത് എൻ്റെ പേഴ്സണൽ വ്യൂവും അമ്മേൻ്റെ വ്യൂവും ഒരേ ടൈം അത് സിങ്ക് ആണെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാവർക്കും ബൈലോയിൽ ചെറിയ ഫൈൻ ട്യൂണിങ് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ വോട്ടിംഗ് സിസ്റ്റമിൽ പോസ്റ്റൽ വോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റേ ഇല്ല. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഏറ്റവും ജാസ്തി ഫേസ് ചെയ്തത് 298 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു 60-70 നമുക്ക് വോട്ട്സ് കിട്ടാമായിരുന്നു, ഇഫ് പോസ്റ്റൽ വോട്ട്സ് വേദേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ബൈലോയിൽ മാറ്റണം. അതുപോലെ പലരും പറയുന്നത് കൈനീട്ടം വാങ്ങുന്ന അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വലിയ സങ്കടമായി വിഷമമായി. ചാരിറ്റി ഓർഗനൈസേഷനാണ്. പ്ലീസ്, അത് ബൈലോ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ലോസ് ഞാനല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ലോയേഴ്സ് വഴി തന്നെ. ഞാൻ അതൊന്നും പറയില്ല. എന്തായാലും ഒരിക്കൽ കൂടി ശ്വേതയ്ക്ക് അഭിനന്ദനങ്ങൾ. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് വനിത പ്രസിഡന്റ് ആകുന്നു എന്നതിനപ്പുറം ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്ന് കൃത്യമായി പറഞ്ഞൊരു വ്യക്തി, അങ്ങനെ ഒരാൾ ശ്വേതയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. അവിടെ പുറത്തുനിന്നുള്ള ആളുകൾ, സംഘടനയ്ക്ക് പുറത്തുനിന്ന് ഇത് വിമർശിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് സഹപ്രവർത്തകയ്ക്ക് പിന്തുണ നൽകി പുറത്തേക്ക് പോയ കുറച്ചധികം പേർ അവർ സംഘടനയുടെ ഭാഗമാകാൻ സംഘടന മുൻകൈ എടുക്കുമോ എന്നുള്ളതാണ്. അതായത് ആരോപണ വിധേയർ മത്സരിക്കേണ്ടെന്ന് കൃത്യമായി നിലപാടെടുത്തൊരു വ്യക്തിയാണ് ശ്വേത. ആ ശ്വേത അമ്മ സംഘടനയുടെ പ്രസിഡന്റായി വരുമ്പോൾ ഈ സംഘടനയെ വിമർശിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പുറത്തുനിന്നുള്ളൊരു വലിയ ഓഡിയൻസ് ഉണ്ടല്ലോ, അവർ പ്രതീക്ഷിക്കുന്ന, അവർ സമൂഹ മാധ്യമങ്ങളൊക്കെ പങ്കുവെക്കുന്നത് പുറത്തേക്ക് പോയ സഹപ്രവർത്തകരെ കൊണ്ടുവരാൻ അമ്മയ്ക്ക് എളുപ്പത്തിൽ കഴിയുമോ, അത് പ്രതീക്ഷിക്കണോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ എടുത്തു ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നത് അതാണോ നമ്മുടെ ഫസ്റ്റ് അജണ്ട? അത് സംഘടന കുറച്ചധികം നാൾ വിമർശിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതും അതായത് എന്താ അറിയോ, നിങ്ങൾ ഭയങ്കര പേഴ്സണൽ ആയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് ഭയങ്കര സാഡ്. ഞാൻ ഇന്നലെ തൊട്ട് നോക്കുമ്പോൾ ഈ ഒരു ചോദ്യമാണ് നിങ്ങൾ എല്ലാം ആൾക്കാർ ചോദിക്കേണ്ടതെന്ന്. അല്ല, ഞാൻ എന്തുകൊണ്ടാണ് റീസൺ എന്ന് ഞാൻ പറയണത്, നമ്മളിപ്പോഴും ഒഫീഷ്യൽ നമ്മുടെ ബൈലോ പ്രകാരമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ, അവരെല്ലാവരും എൻ്റെ വീട്ടിൽ വരട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരും അമ്മേൻ്റെ മെമ്പേഴ്സാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്നും പറയും. യെസ്, അവരെല്ലാവരും റിസൈൻ ചെയ്ത ആൾക്കാർ ഇപ്പോൾ മെമ്പേഴ്സ് അല്ല. സോ നമ്മുടെ ബൈലോ പ്രകാരം നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെങ്കിൽ ഇപ്പം നമ്മളല്ലേ, ഈ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെങ്കിൽ അടുത്ത ജനറൽ ബോഡിയിലേ മാറ്റാൻ പറ്റുള്ളൂ. അത് 1 year ആയി, മനസ്സിലായോ? അത് കഴിഞ്ഞ് അവിടെ ആ സമയത്ത് ഉന്നയിച്ച കാര്യം അതെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് അപ്പോൾ 2 വർഷമായി. സോ ദാറ്റ് ഈസ് ദ ഹോൾ തിങ്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഹൗ ദ ഹോൾ വേൾഡ് വർക്ക്സ്. ദാറ്റ് ഈസ് ഹൗ ഒരു കോർപ്പറേറ്റ് വേൾഡ് അങ്ങനെയാണ്.
പേഴ്സണൽ ഡീലിങ്സ് അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. രണ്ട് തരത്തിലുള്ള കേസുകളാണെങ്കിൽ പോലും ഇപ്പൊ ശ്വേതയും അങ്ങനെ ഒരു ലീഗൽ പ്രൊസീജിയറിന്റെ ഭാഗമാവുകയാണ്. ഇതിൽ ഉയർന്നു വന്നത് നടി ആക്രമിക്കപ്പെട്ട കേസും അത് വരാൻ പോകുന്നു. ശ്വേതയുടെ ഒരു പക്ഷെ പുതിയ ഭരണസമിതി വന്നതിന് ഉടനെ തന്നെ ഒരു പക്ഷെ ആ കേസിന്റെ വിധി വരും. അങ്ങനെ ഒരു സാഹചര്യം കൂടി സംഘടനയെ നേരിടാനുണ്ട്. വെരി ഗുഡ്. എങ്ങനെയെങ്കിലും കേസ് തീർന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇപ്പൊ ഞാനും ഒരുപാട് കേസുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ അമ്മേൻ്റെ അല്ലാതെ ഞാൻ വർക്ക് ചെയ്ത സാഹചര്യം വെച്ചിട്ട് ഒരുപാട് കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് വലിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും എന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ സൈഡ് നിന്നിട്ടല്ല പറയുന്നത്. ലോ മാറാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയെങ്കിലും വിധി വേഗം വരണം. എന്തിനാണ് ഇത്രയും വർഷം വലിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ബട്ട് ഐ എം ഷുവർ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാവും. ഒരു സത്യം പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ്. സത്യമല്ല, ന്യായം വരണം, അത്രയേ ഉള്ളൂ. ന്യായം വരണം. ബിക്കോസ് ടൈം ലോസ് ആണ്, ടൈം വേസ്റ്റ് ആണ് ഇതിലുള്ളത്. അന്നിപ്പോ ഈ അമ്മേ സംഘടനയുടെ അംഗങ്ങൾ തന്നെ പലരും സാക്ഷികളൊക്കെ ആയിരുന്നു ആ കേസിൽ. പക്ഷെ പലരും സ്വീറ്റ് ഹാർട്ട് നമ്മൾ ഈ കേസിനെ പറ്റി മാത്രമേ സംസാരിക്കുള്ളൂ. ഞാനൊരു അമ്മേന്റെ പ്രസിഡന്റ് ആയിട്ടേ ഉള്ളൂ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. മനസ്സിലായി. എന്തായാലും ശ്വേത ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളത് തന്നെ. നിങ്ങളും എന്റെ കൂടെ നിൽക്കണം. ഓക്കെ, അത് തന്നെയാണ് പൊതുവെ അതിനൊരു സ്വീകാര്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. എന്താ പറയുക, എല്ലാവരും ഈ കേസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ആലോചിക്കും, ഞാൻ ലോയർ ആയോ, അഡ്വക്കേറ്റ് ആയോ? അല്ല, അമ്മയിൽ നിന്ന് കുറെ നാളുകളായി കേൾക്കാതിരുന്നൊരു സംസാരിക്കാതിരുന്നതുമായ ഒരു വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങൾ മീഡിയക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന എത്രയോ മെമ്പേഴ്സ് നമ്മൾ ഇരുന്ന് സംസാരിക്കാറുണ്ട്. അയ്യോ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ടാലൻസ് ഉണ്ട്, പ്ലസ്സസ് ഉണ്ട്. ഇപ്പം ഇന്നലെ നമ്മൾ വോട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ചർച്ചയും നടന്നു, പാട്ടുകളും നടന്നു, ഡാൻസും നടന്നു. അത്രയേ ഉള്ളൂ. ബിക്കോസ് ഇതൊരു എന്താ പറയുക, ഒരു ക്യാമറ ഇല്ലാത്ത ഒരു കൂട്ടായ്മയായിരുന്നു ഇന്നലെ. സോ അങ്ങനെ അത്രയേ ഉള്ളൂ. നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ഇമോഷണൽ ആൾക്കാരാണ്. 5 minutes ഇരുന്നാൽ എല്ലാം സോൾവ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. നിങ്ങൾ അറിയൂല, നിങ്ങൾ ചിലപ്പോൾ ഇത് ഈ ചോദ്യത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ ഒരുപാട് സന്തോഷം. ശ്വേത മേനോനാണ് സംസാരിച്ചത്. നിലപാടുകൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.